എല്ലാവർക്കും നമസ്കാരം. 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർ നല്ല അധ്വാനശീലരും ആരോഗ്യവാന്മാരും ഒക്കെ ആയിരിക്കും. ശുദ്ധ മനസ്ഥിതിയുള്ളവരാണ് ഈ നാളുകാരിൽ അധികവും. നല്ല കഴിവും തൻ്റെടവും ഉണ്ടെന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഈ നാളുകാർ. ഇത് ചിലപ്പോൾ ഇവർക്ക് വിനയും ആകാറുണ്ട്. കീർത്തി, പ്രതാപം, ധനം എന്നിവ ഈ നാളുകാർക്ക് വളരെയധികം കൂടുതലായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ നാളുകാർ നിർബന്ധ ബുദ്ധിയൊക്കെ പ്രകടിപ്പിക്കുന്നവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ ഈ നാളുകാരുടെ മനസ്സ് ദുർബലമാണ്. ഇവർ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള മനോധൈര്യം ഒരിക്കലും കാണിക്കാറും ഇല്ല. ഉയരങ്ങളിലൊക്കെ എത്തിയതിന് ശേഷം പിന്നോട്ട് പാഞ്ഞു പോകുന്ന ഒരു തൃക്കേട്ട നക്ഷത്രക്കാരെ അധ്വാനശീലരും കർമ്മനിരതരും ആയിരിക്കും. ഇവർ നർമ്മപ്രിയരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ. പ്രതികൂലമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ കൂടി പറയാം. ഇവരുടെ നിർബന്ധ ബുദ്ധി ഇവരുടെ പുരോഗതിക്ക് ഒരു തടസ്സമായിട്ടായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് മുൻകോപവും അല്പം കൂടുതലും ആയിരിക്കും. 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുവിധം ഭംഗിയായിട്ടൊക്കെയാണ് കണ്ടുവരുന്നത്. ജനുവരി ഫെബ്രുവരിയൊക്കെ മാസമൊക്കെ ആകുമ്പോഴേക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ്. ധനയോഗമൊക്കെ ഉണ്ടാകുന്നതാണ്. ആദിത്യ ഭഗവാന്റെയൊക്കെ അനുഗ്രഹം ഈ സമയത്ത് ഇവർക്ക് കൂടുതലായിരിക്കും. മക്കളുടെയൊക്കെ ശ്രേയസ്സിന് വേണ്ടി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ മാനസിക സമ്മർദ്ദത്തിൽ ജോലികളൊക്കെ ചെയ്യേണ്ടതായ ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. വാഹന ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ സർക്കാർ ജോലിക്കുള്ള അവസരമൊക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളിലും യോജിപ്പ് ഉണ്ടാകണം എന്നില്ല. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അവർക്ക് പഠനത്തിലൊക്കെ അല്പം താല്പര്യം കുറയുന്ന സമയമാണ്. വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. മാനസികവും ശാരീരികമായിട്ടൊക്കെ ക്ഷീണമൊക്കെ അനുഭവിക്കേണ്ടതായ സാഹചര്യവും ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളെ പറ്റി ഉറ്റമിത്രങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട്. ദീർഘവീക്ഷണമൊക്കെ ഇല്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങളും ധനനഷ്ടത്തിന് ഇടയാക്കുന്നതാണ്. അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് ഏപ്രിൽ മാസത്തിൽ കലാരംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. പല ദുർഘട ഘട്ടങ്ങളിലും ഈശ്വരാനുഗ്രഹമൊക്കെ കൊണ്ട് മുന്നേറാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി മാർച്ച് ഏപ്രിൽ മാസത്തിൽ നേടാൻ സാധിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിദേശത്തൊക്കെ ഉള്ള ജോലിക്കൊക്കെയുള്ള സാധ്യതയും കാണുന്നതുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വാഹനയാത്രയൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. നാൽക്കാലികളിൽ നിന്ന് പോലും ചിലപ്പോൾ ഈ സമയത്ത് ദോഷം ഉണ്ടായേക്കാം. പൂർവിക സ്വത്തിനെ ചൊല്ലിയൊക്കെ തർക്കം ഉണ്ടാകാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ വേണം. വാഹന കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന ഒരു സമയമാണ്. എങ്കിലും എന്ത് കാര്യത്തിലും ഒരു ശ്രദ്ധയൊക്കെ വേണം. വരവിനേക്കാളൊക്കെ ചിലവ് കൂടാനും സാധ്യതയുള്ള ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും കർമ്മരംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സാമ്പത്തിക ബാധ്യതയൊക്കെ വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിയുന്നതും പിന്മാറേണ്ടതാണ്. നിസാര പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അകന്നു കഴിയേണ്ടതായി വരുന്നതാണ്. തൊഴിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നിരാശാബോധമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നിങ്ങളത് പ്രകടിപ്പിക്കുകയുമില്ല. സമൂഹത്തിലൊക്കെ മാന്യതയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കണക്കുകൾ നോക്കിയാൽ
ലാഭത്തെക്കാളേറെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം. ഈ സമയത്ത് ഈശ്വരചിന്തയൊക്കെ കൂടുതലായിട്ടൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. കർഷകർക്ക് കൃഷിയിൽ നിന്നും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് മോചനം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം. ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വ്യവഹാരങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. കുടുംബത്തെ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. പുതിയ വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുന്ന സമയമാണ്. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോയി ഇടപെടരുത്, അത് ദോഷം വരുത്തി വെക്കും. എന്ത് കാര്യത്തിലും ഒരു വിജയം ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ നിർദ്ദേശമൊക്കെ കൊണ്ട് നിങ്ങൾ പ്രതികാര ബുദ്ധിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ട് തീരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതുപോലെ സ്വന്തം ചുമതലകൾ ഈ സമയത്ത് അന്യരെ ഏൽപ്പിക്കരുത്. മുൻകോപവും നിയന്ത്രിക്കേണ്ടതാണ്. ലക്ഷ്യബോധത്തോടു കൂടിയൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രതിസന്ധികളൊക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോഴേക്കും ബന്ധുക്കളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുക. ആരോപണങ്ങളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ ആരോപണങ്ങളിൽ നിന്നൊക്കെ കരകയറാനായിട്ട് സാധിക്കുന്നതാണ്. കോടതി കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുകൂല വിധിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന സമയമാണ്. ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ധനലാഭം ഉണ്ടാകുന്നതാണ്. വാഹന ഇടപാടുകൾ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അധ്യാപന രംഗത്തും കലാരംഗത്തും ഒക്കെ ഉള്ളവർക്ക് കാലം അനുകൂലമായ കാലമാണ്. സ്ത്രീകളോട് ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വിജയമൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. ആരോഗ്യവും തൃപ്തികരമായിരിക്കും. പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു പുതിയ ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ്. അതുമൂലം സാമ്പത്തിക സ്ഥിതിയൊക്കെ വർദ്ധിക്കുന്നതാണ്. യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും ഈ സമയത്ത് പോയി ഇടപെടരുത്. ആ പ്രലോഭനങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ അകപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഉദ്യോഗത്തിലൊക്കെ ഉയർച്ച കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നതാണ് ഈ സമയത്തെ. എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ഒരു വിജയമുണ്ടാകുന്ന കാലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഊഹക്കച്ചവടം ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഊഹക്കച്ചവടത്തിൽ ചിലപ്പോൾ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. നവംബർ ഡിസംബറൊക്കെ മാസമാകുമ്പോഴേക്കും ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ ദാമ്പത്യ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ആലോചനയില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കരുത്, അത് ചിലപ്പോൾ ദോഷം ചെയ്യുന്നതാണ്. സഹോദരങ്ങളുടെയൊക്കെ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടി ധനം ചെലവഴിക്കുന്ന സമയമാണ്. ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. ആത്മാർത്ഥതയൊക്കെ കാണിച്ച് അടുത്തു കൂടുന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വഴി ചിലപ്പോൾ ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാവേളകളിൽ വിഘ്നേശ്വര ഭഗവാനെയൊക്കെ ധ്യാനിച്ചായിരിക്കണം. സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളതിനാൽ സഹോദരന്മാരുമായിട്ടൊക്കെ രമ്യതയിൽ കഴിയാൻ ശ്രദ്ധിക്കുക. തൊഴിലിലൊക്കെ മേന്മ ഉണ്ടാകുന്ന സമയമാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ ശിവപ്രീതി നേടുകയും ചെയ്താൽ 2026 നിങ്ങൾക്കുണ്ടാകുന്ന സർവ്വദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്. 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.